ഒരു ഷൈ ആയിട്ടുള്ള വാട്ട് ഐ ഹാഡ് ഫ്രം മാൽപ്പൻസ ടു കോയമ്പത്തൂർ എയർ ഇന്ത്യ ഫ്ലൈറ്റ് എന്നുള്ളത് നോക്കാം. കാര്യമായിട്ടൊന്നും ഇല്ല കേട്ടോ. ആദ്യം തന്നെ എനിക്ക് ഫ്ലൈറ്റിലെ അറ്റൻഡർ ടേക്ക് ഓഫിന് മുന്നേ കൊണ്ടുതന്ന സാധനമാണിത്. ഞങ്ങൾ സംസാരിച്ചു തുടങ്ങി ആൻഡ് ഹി വാസ് ആസ്കിങ് വാട്ട് ഐ വാസ് ഡൂയിങ് ആൻഡ് ഓൾ. ഇതാണ് ആ പുള്ളിക്കാരൻ. മിലാനിന്ന് രാത്രി കയറിയത് കൊണ്ട് തന്നെ ഡിന്നറായിരുന്നു ഞങ്ങളുടെ ഫസ്റ്റ് മീല്. നല്ല വിശപ്പുള്ളതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ ക്രഞ്ചി കോണൊക്കെ അങ്ങോട്ട് തീർത്തു. പിന്നെ ഞാൻ ബ്രെഡ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചു. ബട്ടർ ഉണ്ടായിരുന്നു. സോ ഫസ്റ്റ് തന്നെ ഞാൻ ബ്രെഡും ബട്ടറുമാണ് കഴിച്ചത്. പിന്നെ ഞാൻ ട്രൈ ചെയ്തത് ചിക്ക് പീ ചാട്ടാണ്. അതൊരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു. ചിക്ക് പീ ഉണ്ടായിരുന്നു, പൊട്ടറ്റോ ആണെന്ന് തോന്നുന്നു പിന്നെ അതിലുണ്ടായിരുന്നത്. പിന്നെ ഒരു ഗ്രീൻ ചട്നി ഫ്ലേവറൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. കുഴപ്പമുണ്ടായിരുന്നില്ല, ഇറ്റ് വാസ് ഫൈൻ. പിന്നെ രാജ്മയും റൈസും ബട്ടർ ചിക്കനും ആയിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ഔട്ട് ഓഫ് ഓൾ അതിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് റൈസും ബട്ടർ ചിക്കനും ആയിരുന്നു. ഇതിലുള്ള ബട്ടർ ചിക്കൻ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പിന്നെ ഇവർ ഡെസേർട്ടിനായിട്ട് തന്നത് എന്തോ ഒരു പുഡിംഗ് ആണ്. എനിക്കതിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ആൻഡ് ഐ ഹാവ് ട്രൈഡ് ഇറ്റ്, ബട്ട് ടു ബി ഓണസ്റ്റ് എനിക്കത് അത്ര ഇഷ്ടമായില്ല. കുറച്ചും കൂടെ ഒരു ചോക്ലേറ്റി ഫ്ലേവറാണ് ആൻഡ് ഐ എം നോട്ട് ദാറ്റ് ഫാൻ ഓഫ് ചോക്ലേറ്റ്. എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല കേട്ടോ എന്താ ഈ സാധനം എന്ന്. ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇതിൻ്റെ സിമിലർ ടേസ്റ്റ് ഒന്നും എനിക്കറിയില്ല. അങ്ങനെ ഞാൻ വെള്ളവും കൂടെ കുടിച്ചിട്ട് എൻ്റെ വലിയ കുമ്പം അങ്ങോട്ട് നിറച്ചു. ഫുഡൊക്കെ ഒക്കെ കഴിക്കുമ്പോൾ എന്തൊരു സമാധാനം അല്ലേ. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. നെക്സ്റ്റ് ഡേ രാവിലെ തന്നെ അവർ ബ്രേക്ക്ഫാസ്റ്റും കൊണ്ടുവന്നു. അപ്പം ഞാൻ കോഫിയിൽ സ്റ്റാർട്ട് ചെയ്തു. കാരണം എനിക്കങ്ങ് ഉറക്കമൊന്നും ശരിയായിട്ടേ ഉണ്ടായിരുന്നില്ല. എനർജി വേണമല്ലോ. പിന്നെ അവർ തന്നിട്ടുണ്ടായിരുന്നത് ക്രൊസാന്തും ഫ്രൂട്ട്സും പിന്നെ ഈ മഫിൻസും ആയിരുന്നു. പിന്നെ ഒരു ഫ്രൂട്ട് ജ്യൂസും ഉണ്ടായിരുന്നു. എനിക്ക് രാവിലെ തന്നെ ഈ മധുരം കയറില്ല, അതുകൊണ്ട് തന്നെ ക്രൊസാന്തൊന്നും ഞാൻ അങ്ങനെ കഴിച്ചില്ല. പിന്നെ ഈ ഫ്രൂട്ട്സ് കഴിച്ചു. പിന്നെ അവർ മഫിൻ അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ടേസ്റ്റ് ചെയ്തിട്ട് അവിടെ വെക്കാമെന്ന് വിചാരിച്ചെങ്കിലും അധികം സ്വീറ്റ് ഒന്നും ആയിരുന്നില്ല ആൻഡ് ഐ ലൈക്ഡ് ഇറ്റ്. അങ്ങനെ 9 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഫ്രം മിലാൻ ടു ഡൽഹി എൻ്റെ അടുത്ത ഫ്ലൈറ്റ് ഡൽഹി ടു കോയമ്പത്തൂർ ആയിരുന്നു. ആ ഫ്ലൈറ്റിൽ അവർ തന്നത് കുൽച്ചിയും ചിക്കനും പിന്നെ ഇതുപോലൊരു ഡെസേർട്ടും ആയിരുന്നു, ഒരു കേക്ക്. ടു ബി വെരി ഓണസ്റ്റ് എനിക്കിതിലുള്ള ഒന്നും തന്നെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല. ഇതിൽ കുറച്ചെങ്കിലും ഭേദമായിട്ടുള്ളത് കുൽച്ചയായിരുന്നു. ഈ കറിയൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഒരു ടേസ്റ്റേ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഈവൻ കേക്ക് ആണെങ്കിലും എനിക്ക് ഭയങ്കര ഡ്രൈ ആയിട്ട് ഫീൽ ചെയ്തു. ഇനി നല്ല ടയേർഡ് ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് വലുതായിട്ട് അപ്പറ്റൈറ്റ് ഉണ്ടായിരുന്നില്ല. സോ ഞാൻ എല്ലാം ടേസ്റ്റ് ചെയ്ത് അവിടെ വെക്കുകയാണ് ചെയ്തത്. സോ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ഈ ഫ്ലൈറ്റിലുള്ള തീറ്റ പരിപാടി.